കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഒരു ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ കോഓപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസിന്റെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യൂ. 10 വർഷത്തിലേറെ എക്സ്പീരിയൻസോട് കൂടിയ അധ്യാപകർ, 50-ലേറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, 10,000-ലധികം ക്വസ്റ്റ്യൻസ്, 100-ലധികം മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, യൂസർ ഫ്രണ്ട്ലി അഫോർഡബിൾ ഫീസ് സ്ട്രക്ചേഴ്സ്. പ്ലേ സ്റ്റോറിൽ നിന്നും കോഓപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസിന്റെ ആപ്പ് ഉടൻ ഡൗൺലോഡ് ചെയ്യൂ. ഫ്യൂച്ചറിൽ സക്സസ് ലോഡ് ചെയ്യൂ. കോഓപ്പറേറ്റീവ് ബാങ്ക് കോച്ചിംഗ് വഴി ജോലി നേടുന്ന അടുത്തയാൾ നിങ്ങളാവാം. നമസ്കാരം. കോഓപ്പറേറ്റീവ് മാസ്റ്റർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്യാത്ത കുറച്ച് പ്രധാനപ്പെട്ട ലോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കിതിനകത്ത് നോക്കാം. തുടർച്ചയായിട്ട് തന്നെ നമുക്കത് കുറേ വീഡിയോ തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇടുന്നതാണ്. അപ്പോൾ അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ക്ലാസ്സിൽ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദി ഡാഷ് to revise, amend or update audit manual every 5 years. ഈ ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ കുറേ ചോദ്യങ്ങൾ വരും. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താണ്? ഓരോ 5 വർഷം കൂടുമ്പോഴും ഓഡിറ്റ് മാനുവൽ റിവൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അപ്ഡേറ്റ് കാലാനുസൃതമാക്കേണ്ടത്, അല്ലെങ്കിൽ അമെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭേദഗതി വരുത്തേണ്ടത് ആരാണെന്നാണ്. ഇതിനകത്ത് ഓപ്ഷൻ RCS, DCA, ഗവൺമെൻറ്, നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിനകത്ത് ആരാണ്? DCA ഉണ്ട്, RCS ഉണ്ട്, രജിസ്ട്രാർ ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, നൺ ഓഫ് ദീസ്. ആരാണ്? ഇവിടെ ആൻസർ DCA ആണ്. ഇനി DCA തരികയല്ല, DCA തരാതെ ഇപ്പോൾ ഇതിനകത്ത് ജനറൽ ബോഡിയും തരും. എന്നിട്ട് ആൻസർ നൺ ഓഫ് ദീസ് ആണെങ്കിൽ DCA ഇല്ലെങ്കിൽ ആരാണ്? നൺ ഓഫ് ദീസ് ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് പല ചോദ്യം വരും. ഒരു സഹകരണ സംഘത്തിൻ്റെ ഓഡിറ്റ് ചെയ്യേണ്ടത് ഏത് പ്രകാരമാണെന്ന് ചോദ്യം ചോദിച്ചാൽ ഏത് പ്രകാരമാണ്? അപ്പോൾ നിങ്ങൾ പറയും ആക്ട് അനുസരിച്ച്, അല്ലെങ്കിൽ റൂൾ അനുസരിച്ച്, അല്ലെങ്കിൽ ബൈലോ, അതൊക്കെ ആയിരിക്കും ഓപ്ഷൻ തരും. ആക്ട്, റൂള്, ബൈലോ. പക്ഷേ ആക്ടും റൂളും ബൈലോ അനുസരിച്ച് എന്താണ്? ഒരു സാധനമുണ്ട്, ഓഡിറ്റ് മാനുവൽ. ഓരോന്നിനും ഇപ്പോൾ പോലീസിൻ്റെ ഡ്യൂട്ടി എങ്ങനെയാണ്? പോലീസ് മാനുവൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ സ്കൂളിൻ്റെയൊക്കെ പ്രവർത്തനം എങ്ങനെ ആയിരിക്കണം? എഡ്യൂക്കേഷൻ മാനുവൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താലൂക്ക് ഓഫീസിൻ്റെയും കളക്ടർ ഓഫീസിൻ്റെയും വില്ലേജ് ഓഫീസിൻ്റെയൊക്കെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് റവന്യൂ മാനുവൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു സഹകരണ സംഘത്തിൻ്റെ ഓഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്ന ഒരു കൈപ്പുസ്തകം, ഒരു ഹാൻഡ് ബുക്കാണ്. അത് നിങ്ങൾ കണ്ടിട്ട് എനിക്കറിയില്ല, ഓഡിറ്റ് മാനുവൽ. ഈ ഓഡിറ്റ് മാനുവൽ ഓരോ ഇപ്പം അടുത്ത ചോദ്യം വരാം. ഈ ഓഡിറ്റ് മാനുവൽ എത്ര വർഷം കൂടുമ്പോൾ പുതുക്കണം? അവിടെ ഓപ്ഷൻ 2, 3, 4, 5 അതാണ്. ഒരു ചോദ്യം വന്നാൽ അതിൽ നിന്ന് തന്നെ, ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ പല ചോദ്യം വരാം. നമ്മുടെ ഇവിടുത്തെ ചോദ്യം എന്താണ്? ഓഡിറ്റ് മാനുവൽ ഓരോ വർഷം കഴിയുമ്പോൾ റിവൈസ് ചെയ്യേണ്ടത് ആരാണ്? അമെൻഡ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട ആരാന്ന് ചോദിച്ചാൽ DC ആണ്. ഇനി DC എത്ര വർഷം കൂടുമ്പോൾ ചെയ്യണമെന്ന് ചോദിച്ചാൽ 5 വർഷമാണ്. അല്ലെങ്കിൽ ഒരു സഹകരണ സംഘത്തിൻ്റെ ഓഡിറ്റ് ചെയ്യേണ്ടത് ഏത് പ്രകാരമാണെന്ന് ചോദിച്ചാൽ ഓഡിറ്റ് മാനുവൽ പ്രകാരമാണ്. അപ്പം ചോദ്യം പല രീതിക്ക് വരാം, ആൻസർ ചിലപ്പം ഒന്നായിരിക്കും. അപ്പം DC ഓരോ 5 വർഷം. ഇപ്പം നമുക്ക് 1969 ആക്ട് വന്ന മാനുവലല്ല, 2022 കുറേ മാറ്റം വന്നു. അന്നത്തെ സഹകരണ സംഘത്തിൻ്റെ രൂപവും ഭാവവും പ്രവർത്തനമല്ല ഇന്ന്. അപ്പോൾ അപ് ടു ഡേറ്റ് ആക്കണം, കാലാനുസൃതമാക്കണം ഓരോ 5 വർഷം കൂടുമ്പോഴും. അല്ലാതെ ഈ DCA സ്വന്തത്തല്ല, ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ രജിസ്ട്രാറുമായി കൂടി ആലോചിച്ച്. അത് ശ്രദ്ധിച്ചാണ്. അടുത്തത്: ദ 2 കമ്മീഷണേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൽ ബി ഓഫീസേഴ്സ് ഓഫ് ദി കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡാഷ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. സഹകരണ സംഘങ്ങളിലേക്ക് ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള പവർ, അധികാരം സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, രൂപീകരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റാണ്. ഏത് പ്രകാരമാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 28B പ്രകാരമാണ്. അപ്പോൾ സെക്ഷൻ 28B പ്രകാരം രൂപീകരിക്കുന്ന കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എത്ര പേരുണ്ടെന്ന് ചോദിക്കാം. ഉണ്ടെന്ന് ചോദിച്ചാൽ കൺസിസ്റ്റ് ഓഫ് 3 മെമ്പേഴ്സ്, 3 പേരാണ്. ഇനി 3 പേരെ ആയിട്ട് നിയമിക്കുന്ന ആരൊക്കെയാണ് ചോദിച്ചാൽ ഈ 3 പേരിൽ ഫ്രം എമംഗ് ദംസെൽസ് അതിൽ ഒരാൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. അപ്പോൾ ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിക്കുന്ന ആളുടെ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ദി സ്പെഷ്യൽ സെക്രട്ടറി ടു ദി ഗവൺമെൻറ് ആണ്. ബാക്കി 2 പേര് കമ്മീഷണേഴ്സാണ്. ഇവരുടെ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ, എന്നിട്ടാണ് ഇവിടെ ഓപ്ഷൻ തരും. നമ്മുടെ ചോദ്യം ഇവിടെ ഈ കോഓപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനിൽ സെക്ഷൻ 28B പ്രകാരം രൂപീകരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനുള്ള 3 പേരിൽ 2 പേര് കമ്മീഷണേഴ്സാണെന്ന് പറഞ്ഞു. ഒരാൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്.
അവിടെ യോഗ്യത നമ്മൾ പറഞ്ഞു. ഇനി കമ്മീഷണർമാരുടെ യോഗ്യത എന്താണെന്ന് ചോദിച്ചാണ് ഓപ്ഷൻ തരിക. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, ജോയിൻറ്റ് രജിസ്ട്രാർ, അഡീഷണൽ രജിസ്ട്രാർ. ഇനി ആൻസർ ഇവിടെ എന്താണ്? നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ദി അഡീഷണൽ രജിസ്ട്രാർ. നമുക്ക് രജിസ്ട്രാർ കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള റാങ്കാണ് അഡീഷണൽ രജിസ്ട്രാർ. ഇനി അഡീഷണൽ രജിസ്ട്രാർക്ക് പകരം എന്ത് ചെയ്യാം? നൺ ഓഫ് ദീസ് തരാം. ജോയിൻറ്റ് രജിസ്ട്രാർ, അസിസ്റ്റൻറ്റ് ഡെപ്യൂട്ടി രജിസ്ട്രാർ തരും. ആൻസർ അതൊന്നുമല്ല. ആരാണ്? അഡീഷണൽ രജിസ്ട്രാറാണ്. അങ്ങനെ തരും. അതുകൊണ്ടാണത് പഠിച്ചു വെച്ചോണ്ട്. അപ്പോൾ നമ്മൾ ഈ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ജോയിൻറ്റ് രജിസ്ട്രാറുടെ തൊട്ട് താഴെയാണ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ, പിന്നെ ജോയിൻറ്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ, സ്പെഷ്യൽ ഗൈഡ് ഇൻസ്പെക്ടർ, സീനിയർ ഇൻസ്പെക്ടർ, ജൂനിയർ ഇൻസ്പെക്ടർ, അങ്ങനെ കുറേ റാങ്കുണ്ട്. ഇവർക്കെല്ലാം ഓരോ പദവി ഡെപ്യൂട്ടേഷൻ ചെയ്യും. ഇപ്പോൾ രജിസ്ട്രാർക്ക് തന്നെ രജിസ്ട്രാറാണോ ദ ഒഫീഷ്യൽ ഹെഡ്, നമ്മുടെ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 പ്രകാരം നിയമിക്കുന്ന രജിസ്ട്രാറാണ്. ഈ രജിസ്ട്രാർക്ക് വേറൊരു പോസ്റ്റ് ഉണ്ട്. ഏതാണ് ഈ രജിസ്ട്രാർ? ചെയർമാൻ ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ. ഒരു ഇലക്ഷൻ ഉണ്ട്, അതായത് നമ്മുടെ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ നടത്തുന്ന കോഴ്സുകളാണ് HDCയും JDCയും. അതിനൊരു എക്സാമിനേഷൻ ബോർഡുണ്ട്. അതിൻ്റെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ രജിസ്ട്രാറാണ്. അങ്ങനെ അതൊന്ന് പഠിച്ചോണം. അതിൽ നിന്നും എപ്പോഴും അരമാർക്ക് ചോദിക്കുന്നതാണ്. എപ്പോഴും ചോദിക്കുന്നതാണ് നമ്മുടെ എക്സാമിനേഷൻ ബോർഡിൻ്റെ സെക്രട്ടറി ആരാണ്. അതിൻ്റെ ആൻസർ നമ്മൾ മുന്നേ വെച്ചുകൊണ്ട് തെറ്റിച്ച ആൾക്കാരുണ്ട്. എക്സാമിനേഷൻ ബോർഡിൻ്റെ സെക്രട്ടറി ആരാണ്? നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് തെറ്റിച്ച പാർട്ടീസ് ഉണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഒപ്പിടുന്നത് ഡെപ്യൂട്ടി രജിസ്ട്രാർ ബാർ സെക്രട്ടറി കോഓപ്പറേറ്റീവ് എക്സാമിനേഷൻ ബോർഡാണ്. അപ്പം അങ്ങനെയുള്ള ഡെപ്യൂട്ടേഷൻ ഒന്ന് ശ്രദ്ധിച്ചാണ്. അതും ഞാൻ പറഞ്ഞ ഓരോ സെക്രട്ടറിയിൽ ചോദ്യം ചോദിക്കും, അരമാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ആൻസർ അഡീഷണൽ രജിസ്ട്രാറാണ്. അടുത്തത്, ദി ബാലറ്റ് പേപ്പർ ആൻഡ് അൺയൂസ്ഡ് ബാലറ്റ് പേപ്പേഴ്സ് ഷാൽ ബി കെപ്റ്റ് ബൈ ദി ഡാഷ് ഫോർ എ പീരീഡ് ഓഫ് 3 months. നമ്മൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ നമുക്കറിയാം ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇപ്പോൾ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇലക്ഷൻ കമ്മീഷനാണ്. അത് ഇലക്ഷൻ നടത്താൻ വേണ്ടി നമ്മൾ 2 ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു പറഞ്ഞു, ഇലക്ടറൽ ഓഫീസറും റിട്ടേണിംഗ് ഓഫീസറും. ഇപ്പോൾ റിട്ടേണിംഗ് ഓഫീസറാണ് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, റിട്ടേണിംഗ് ഓഫീസർ ഇലക്ഷൻ നടത്താൻ വേണ്ടി സാഹചര്യം ഒരുക്കി കൊടുക്കലാണ് ഇലക്ടറൽ ഓഫീസർ. ഇലക്ടർ ഓഫീസർ ഫസ്റ്റ് പ്രിലിമിനറിയും ഫൈനൽ വിട്ടു. ഇനി കണ്ടസ്റ്റ് മത്സരം ഉണ്ടെങ്കിൽ ബാലറ്റ് പേപ്പറും കൂടെ ഇതൊരിക്കൽ ചോദിച്ചാണ്. ബാലറ്റ് പേപ്പർ തയ്യാറാക്കി റിട്ടേണിംഗ് ഓഫീസർ കൊടുക്കേണ്ടതാണെന്ന് ചോദിച്ചാൽ ഇലക്ടറൽ ഓഫീസറാണ്. പിന്നെ ഇലക്ഷൻ പ്രൊസീജിയർ കണ്ടക്ട് ചെയ്യുന്ന RO ആണ്, റിട്ടേണിംഗ് ഓഫീസറാണ്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ഇലക്ഷനൊക്കെ ഡിക്ലെയർ ചെയ്ത് വോട്ടെണ്ണി ഇനിയുള്ള തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് ഈ ബാലറ്റ് പേപ്പർ യൂസ്ഡും അൺയൂസ്ഡും ആയിട്ടുള്ള സെപ്പറേറ്റ് 2 കണ്ടെയ്നറാക്കി അല്ലെങ്കിൽ പാക്കറ്റ് ചെയ്ത് സീൽ ചെയ്തിട്ട് റിട്ടേണിംഗ് ഓഫീസർ ആരെ ഏൽപ്പിക്കണം? ഇതാണ് ഇവിടുത്തെ ചോദ്യം. ആരാണ് അത് സൂക്ഷിച്ചു വെക്കേണ്ടത്? ഓപ്ഷൻ റിട്ടേണിംഗ് ഓഫീസർ, ഇലക്ടറൽ ഓഫീസർ, പ്രസിഡൻറ്റ്, നൺ ഓഫ് ദീസ് തരും. ഏതാണ് ഇവിടുത്തെ ആൻസർ? പ്രസിദ്ധീകരിച്ച ഇലക്ടറൽ ഓഫീസറാണ്, ഇലക്ഷൻ നടത്തിയ റിട്ടേണിംഗ് ഓഫീസറാണ്, പിന്നുള്ളൊരു ഓപ്ഷൻ പ്രസിഡൻ്റാണ്, പിന്നെ നൺ ഓഫ് ദീസ് ആണ്. ഇവിടെ ആൻസർ നൺ ഓഫ് ദീസ് ആണ്. ആരാണ്? ഇലക്ടറൽ ഓഫീസറും അല്ല, റിട്ടേണിംഗ് ഓഫീസർ പ്രസിഡൻറ്റും അല്ല. ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. അതായത് സംഘത്തിൻ്റെ മുഖ്യ കാര്യം നൽകുന്ന ഉദ്യോഗസ്ഥ, സെക്രട്ടറിയോ GM ആരാണോ. ഇനി ചിലപ്പോൾ ചോദിക്കും എത്ര കാലത്തേക്ക് സൂക്ഷിക്കണം? ഇത് ചോദിച്ചിട്ടുണ്ട്. എത്ര കാലത്തേക്ക് ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ ബാലറ്റ് പേപ്പർ എത്ര കാലത്തേക്ക് സൂക്ഷിക്കണം? ഫോർ എ പീരീഡ് ഓഫ് 3 months. എന്താ 3 months? അപ്പോൾ ഇലക്ഷനെതിരെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് തർക്കം വരുവാണെങ്കിൽ നമ്മൾ പറയും, നമ്മൾ പഠിച്ചിട്ട് എവിടെ പോവും? ആർബിട്രേഷൻ കോർട്ടിൽ പോവും. ആർബിട്രേഷൻ കോർട്ടിൻ്റെ നടപടിക്കകത്ത് പറയുന്നുണ്ട്, ആർബിട്രേഷൻ കോർട്ട് ഇതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽ ഫാക്ട്സ് എവിഡൻസ് ഒക്കെ ഹാജരാക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽ എവിഡൻസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഈ ബാലറ്റ് പേപ്പറാണ്. അതുകൊണ്ടാണ് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ അത് നശിപ്പിക്കാൻ പാടില്ല. ഇനി 3 മാസം കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദ്യം വീണ്ടും ചോദിക്കാം, ഒരു ഇലക്ഷൻ്റെ ബാലറ്റ് പേപ്പർ എത്ര പീരീഡ് കഴിയുമ്പോൾ അത് നശിപ്പിക്കാൻ എടുത്ത് ഡിസ്ട്രക്ഷൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ 3 മാസമാണ്. സൂക്ഷിക്കേണ്ടത് ആരാ ചോദിച്ചാൽ അതിൻ്റെ സംഘത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ്. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുക പരീക്ഷ. നമ്മൾ വെറും നിസ്സാരമായിട്ട് വിടുന്ന ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുക പരീക്ഷയ്ക്ക് വരിക. അപ്പം നമ്മൾ ബിറ്റ്വീൻ ലൈൻസ് നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത കുറേ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.